മൈ ഗോഡ്, വെല്ലു വിളിക്കണ ഗൈസ്. ഐ കാണ്ട് നെവർ ഗസ് എന്ന്. ഈ അമ്മച്ചീനെ ഒരു അഡ്വഞ്ചറിലും കയറ്റുന്നില്ല. പൈസക്കാർക്ക് എന്തും ആകാം. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം വരണു. വന്നിരിക്കുന്നു സിയ പറഞ്ഞ സർപ്രൈസ്. കൊള്ളാല്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് എന്ന് പറയേണ്ട, കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 11:38. ഫ്യൂ മിനിറ്റ്സ് ലെഫ്റ്റ് ദാറ്റ് ഐ എം ബീയിങ് ഇൻ 26. കുറച്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ 27ലേക്ക് കിടക്കുകയാണ്. ദ 27th phase ഓഫ് മൈ ലൈഫ്. സോ ടുഡേ ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് മീൻസ് അത്ര വലിയ സെലിബ്രേഷനൊന്നും അല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്റ്റേ എവേ ഫ്രം മൈ ഹോം. ബർത്ത്ഡേ ആൻഡ് ന്യൂ ഇയേഴ്സ് അത് എനിക്ക് വീട്ടിലിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എസ്പെഷ്യലി ബർത്ത്ഡേ എനിക്ക് എവിടെയെങ്കിലും പോയി അവിടെ സ്റ്റേ ചെയ്ത് അവിടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം. അപ്പോൾ ഈ വർഷം ഞാൻ ചൂസ് ചെയ്തത് വാഗമണ്ണായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ക്വിക്ക് ട്രിപ്പ്. എൻ്റെ കൂടെ അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ ചേച്ചിയുണ്ട്. ദെൻ ടോക്കിംഗ് എബൌട്ട് മൈ ലാസ്റ്റ് 1 year 26നെ പറ്റി പറയുകയാണെങ്കിൽ 26 വാസ് സോ നൈസ് ടു മീ. ലൈഫിൽ കുറേ ഗുഡ് തിങ്സാണ് നടന്നിട്ടുള്ളത് ലാസ്റ്റ് 1 year നോക്കുകയാണെങ്കിൽ. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഓൾഡർ. എനിക്ക് വയസ്സാകണമെന്ന് താല്പര്യമില്ല. പെട്ടെന്ന് വർഷമൊക്കെ പോകുന്നു, പെട്ടെന്ന് വയസ്സാകുന്നു. ലാസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ഇത് അടുത്തതെത്തി. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ വാഗമണിലെ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഞാനിങ്ങനെ 12 മണിയാകാൻ കാത്തിരിക്കുന്നതാണ്. വരുന്ന വഴിക്ക് നമ്മളൊരു കേക്കൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു, ഒരു പ്ലം കേക്ക്. അപ്പോൾ 12 മണിയാകുമ്പോൾ എനിക്ക് കേക്ക് കട്ട് ചെയ്യണം, എനിക്ക് എന്നെ തന്നെ വിഷ് ചെയ്യണം, എന്നിട്ട് കിടന്നുറങ്ങണം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ 12 AM. ഗൈസ്, സിയ ഈസ് ജോയിനിങ് വിത്ത് മീ. സേ ഹായ് സിയ. കൈ വീശ് കാണിക്കുകയോ, സൗണ്ട് കേൾക്കത്തില്ല. സിയെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും തമ്മിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറാ 2.5 മണിക്കൂറിൻ്റെ ടൈം ഗ്യാപ്പ് ഉണ്ട്. സിയെ എനിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് വീട്ടിലോട്ടെ. മിന്ത്രയിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ഫോണിലൊരു മെസ്സേജ് വന്ന് ഐറ്റം ഡെലിവേർഡ് എന്നും പറഞ്ഞിട്ട് എന്തോ മെസ്സേജ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സിയെ വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ ഗിഫ്റ്റാണത് എനിക്കുള്ളത്, വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് ഗസ് ചെയ്യാൻ പറഞ്ഞു എന്നോട് ഗിഫ്റ്റ് എന്താണെന്നുള്ളത്. സോ ഷീ ഗേവ് മി 3 ഓപ്ഷൻ. അപ്പോൾ 3 ഓപ്ഷൻസ് ഞാൻ പറയണം. ഓക്കെ, 3 ഓപ്ഷൻസ്. 1 ഈസ് ഡ്രസ്. ഡ്രസ്സാണോ? അല്ല, യെസ് ഓർ നോ? ഓക്കെ, ഒന്നെങ്കിൽ ഒരു ഡ്രസ്സായിരിക്കും, അതല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു മൈ യൂട്യൂബ് ചാനൽ. അതിന് റിലേറ്റഡ് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും മിന്ത്രയിൽ നിന്ന് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഞാൻ മിന്ത്രയിൽ ഇതുവരെ സെർച്ച് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ബാഗ് ആകാനൊന്നും ഒരു ചാൻസും ഇല്ല. വി ഹാവ് ലോട്ട് ഓഫ് കളക്ഷൻസ്. അയ്യോ, 3 അല്ല. ദെൻ വാട്ട്? I think you can't ഗസ്. you can never guess that. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള ഐറ്റം ആണോ? ആയിരിക്കും, നീ ഭയങ്കര സർപ്രൈസ് ആയിരിക്കാം. You will also happy. സീരിയസ്ലി? Yeah, maybe. I don't know guys what it is. ഞാൻ ഗസ് ചെയ്യാത്ത ഇത് കാണിച്ചു തരാം, എനിക്ക് മേടിച്ചത് കാണിച്ചു തരാം. ഓക്കെ, ഷോ മീ. നിങ്ങൾ കണ്ടോ ഗൈസ്? A flower bouquet for me because I have no one to buy me flower bouquet. Yes, I already get one bouquet. Okay. എനിക്ക് ആരും വാങ്ങിച്ചു തരാനില്ല. ഞാൻ ഒരു ഫ്ലവർ ബൊക്കെ എനിക്ക് തന്നെ വാങ്ങി. സെൽഫ് ലവ്. സിയയുടെ സങ്കടം പറിച്ചത് ഗൈസ്. സിയക്ക് ആരുമില്ല ഒരു ഫ്ലവർ ബൊക്കെ കൊടുക്കാൻ. പക്ഷെ എന്ത് ചെയ്യാനാ? Next one, it's a branded perfume for myself. Okay. സിയ മേടിച്ച ഗിഫ്റ്റ്സ് ആട്ടോ. Like it's not just because of the fragrance but the package. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നാളെ കാണിച്ചു തരാം. ഇതിലെ പാക്കേജ് ഇപ്പൊ
വരുന്നൊരു ലുക്ക് ഉണ്ട്. അത് യുനോ അത് അടിപൊളിയാണ്. ഒന്നും നോക്കിയില്ല, പൈസ അങ്ങോട്ട് ഇറങ്ങി. പൈസക്കാർക്ക് എന്തും ആകാം. പൈസ പോട്ടെ, പവർ വരട്ടെ. ഞാൻ പറയട്ടെ, നാട്ടിൽ എത്ര രൂപ വരുമെന്ന്? I don't know. 5,000? ഞാൻ പറയാം. ഞാൻ ഉണ്ടല്ലോ പൈസക്കാരിയായിട്ട് പോയിട്ട് പിച്ചക്കാരിയായിട്ട് തിരിച്ചു വന്നു. 4,000 സംതിങ് രൂപ വിലമതിക്കുന്ന പെർഫ്യൂം. ഗുഡ്. നമ്മൾ പിന്നെ പണിയെടുക്കണെന്തിനാ, നമ്മളെ ഹാപ്പി ആക്കാനല്ലേ അല്ലേ? So this things I got for myself. Okay. For my birthday. ഞാൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒരുക്കിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇന്നത്തെ ഈ വാഗമൺ സ്റ്റേ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ 3 അല്ല എനിക്കുള്ള പ്രൊഡക്റ്റ്. ദെൻ വാട്ട് ഇറ്റ് ഈസ്? ഡൈസൻ്റെ എന്തെങ്കിലും ആണ്? ഡൈസൺ. You can't never. വെല്ലു വിളിക്കണ ഗൈസ്. ഐ കാണ്ട് നെവർ ഗസ് എന്ന്. ഓക്കെ ഫൈൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് നാളെ ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. സോ ഗൈസ്, 11:49. ഓൺലി 10 minutes മോർ. ഞാൻ ഫോൺ എയർപ്ലെയിൻ മോഡ് ഇടട്ടെ, അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ ആരെങ്കിലും വെച്ചപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ വിളിക്കാൻ ചാൻസ് ഉള്ള കുറേ പേർക്ക് മെസ്സേജ് അയച്ചു 12 മണിയാകുമ്പോൾ വിളിക്കേണ്ട, ഒരു 12:05 ആകുമ്പോൾ വിളിച്ചാൽ മതിയെന്ന്. ഞാൻ വരുന്ന വഴിക്ക് പ്ലം കേക്ക് മേടിച്ച് ദേ ഷോയും. കത്തിയില്ല, സോ ഈ സ്പൂൺ കൊണ്ട് കട്ട് ചെയ്യാൻ വിചാരിച്ച്. വീട്ടിൽ ഇഷ്ടംപോലെ കത്തി ഉണ്ടായിരുന്നു, ബട്ട് ഐ നെവർ തോട്ട് ഓഫ് ടേക്കിംഗ് എ നൈഫ്. സോ ഗൈസ്, ഇറ്റ്സ് 11:57 നൗ. 11:57. നിങ്ങൾ എൻ്റെ തലയുടെ ഒപ്പം വരണം, എന്നാലും നിങ്ങളെ കിട്ടുള്ളൂ. സിയ ഇസ് വിത്ത് അസ്. ചിരിക്ക്. സോ ഗൈസ്, എൻ്റെ കൂടെ അമ്മച്ചിയുണ്ട്, മോളിലമ്മച്ചിയുണ്ട്, ആൻഡ് സിയ ഇസ് ഓൺലൈൻ. സോ സമയം എന്തായി? 11:57. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്ന വഴിക്ക് ഒരു കേക്ക് മേടിച്ചു. അപ്പോൾ എനിക്ക് ഇത്തവണ കുറേ നേരം കുഞ്ഞ് നിൽക്കരുത്, നടുവേദന എടുക്കും. നല്ല സ്മെല്ല്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടായിരുന്നു. 20 സംതിങ് എന്നുള്ള ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഐ ജസ്റ്റ് ഇമാജിൻ മൈസെൽഫ് ഇതിനകത്ത് ഞാൻ 20 സംതിങ് എന്ന് എഴുതിയിട്ട്. ഇത് ജസ്റ്റ് ഒരു empty പ്ലം കേക്കാണ്, ക്യാരറ്റ് പുഡിങ്ങിൻ്റെ. അപ്പോൾ ഐ ജസ്റ്റ് ഇമാജിൻ ഇതിനകത്ത് 20 സംതിങ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ക്രീം കേക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓക്കെ, ഇറ്റ്സ് 11:58. 12 ആകാൻ പറയാനാ പെട്ടെന്ന്. 12 ആകല്ലേ? AC ആയത് കാരണം ചീത്ത വരത്തില്ലായിരുന്നു. അമ്മച്ചി ഇത് പിടിച്ചോ. ഗൈസ്, ഇറ്റ്സ് 11:59. യെസ്, ഇറ്റ്സ് 11:59 ആൻഡ് ഐ ഗോട്ട് എ കോൾ. ഹലോ, താങ്ക് യു. 12 ഇറ്റ്സ് 12 ഗൈസ്. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു യു മീ, ഹാപ്പി ബർത്ത്ഡേ റിയ. യെസ്, ഐ ആം 27. മതി. അയ്യോ, യെസ്, സിയയുടെ ബർത്ത്ഡേ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ സിയ. ഒഫീഷ്യലി വി ആർ 27 ഗൈസ്. സി ഇപ്പോഴും 26 തന്നെ നിൽക്കുകയാണ്, അവർക്കവിടെ 12 മണി ആയിട്ടില്ല. സോ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, കേക്ക് കട്ട് ചെയ്യാം. വാ. എനിക്ക് കത്തി കിട്ടിയില്ല, സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ. ഇത്ര ദാരിദ്ര്യം പിടിച്ചൊരു ബർത്ത്ഡേകൾ ഉണ്ടാവില്ല. കട്ട് ചെയ്യാം നമുക്ക്. ഞാൻ ഫസ്റ്റ് എനിക്ക് തന്നെ തരുവാണ്. മധുരം അല്ലെങ്കിൽ കുറച്ച് മതി. സിയക്ക് കൊടുക്കാം. സിയക്ക്
വാ വിളി. ആ വിർച്വൽ തീറ്റ. വാ വിളി. ആ ഞാൻ തിന്നു നിനക്കുള്ളത്. ആ So guys, wish me in the comments, okay? Thanks to God, ഒരു 27th ഏജിലേക്ക് ഏജ് എന്നെ കാണിച്ചതിനും ഇത്രയും വർഷം എന്താ പറയുക ലൈഫിൽ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും ബ്ലെസ്സിങ്സിനും എല്ലാത്തിനും താങ്ക് ഗോഡ്. സോ അത് ഗൈസ് ഇനി വരുന്നതാണ് നമ്മുടെ ബർത്ത്ഡേയുടെ ഫുൾ അഡ്വഞ്ചറും അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഔട്ടൊക്കെ ഇനി വരുന്നതാണ് ഗൈസ്. സോ ഇനിയിപ്പം നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. ഉറങ്ങിയിട്ട് നമ്മൾ നാളെ ഒരു 9:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് നേരെ മൊട്ടക്കുന്ന് പൈൻ ഫോറസ്റ്റ് അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. സോ ഗൈസ് നമുക്ക് നേരം വെളുത്തിട്ട് കാണാം. അപ്പോൾ ഓക്കെ, വിഷ് മീ ഗൈസ്, എന്നെ വിഷ് ചെയ്യൂ നിങ്ങൾ. ഓക്കെ ഗോഡ്, എൻ്റെ കണ്ണൊക്കെ നിറയണ്. ഞാൻ ഈ ഒരു വ്യൂ പ്രതീക്ഷിച്ചില്ല. താങ്ക് ഗോഡ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ്, ചെവിയിൽ കാറ്റടിച്ചിട്ട് ഞാൻ പുതുപ്പോണ്ട് മൂടിയതാണ്. ഞാനിങ്ങനെ അതൊക്കെ കണ്ടിരിക്കണേ. ഫീലിംഗ് ഐ എം ബ്ലെസ്ഡ്. യാ, ഇതിനെ കണ്ണ് നിറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം വരണു. ഹാപ്പി ടിയേഴ്സ് ആണ് കേട്ടോ ഇത്. ഐ ഡോണ്ട് നോ വൈ. ഇപ്പം നേരം വെളുത്തിട്ടാ. ഞാൻ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിൽ പാട്ട് അതിപ്പോഴും കേൾക്കാൻ തോന്നുന്നു. പള്ളിയിൽ മണി അടിക്കുന്നത് ആയിരുന്നു കേൾക്കുന്നതിന് കുറേ എന്താ വിശ്വാസം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഫീൽ ചെയ്യണത് ഗോഡ് ഈസ് ബ്ലെസ്സിങ് മീ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫീലാണ്. അവിടെ എവിടെയോ പള്ളിയുണ്ട്, അമ്പലമുണ്ട്. രാത്രിയൊക്കെ കുർബാന കേൾക്കുന്നുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇത് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയണത്. സോ ഞങ്ങളപ്പോൾ റെഡി ആയിട്ട് ഓട്ടോക്കാരന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സോ ഗൈസ് നമ്മൾ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ആക്ച്വലി 11:30 ആണ് ഇവിടുത്തെ ചെക്കൗട്ട് ടൈം. പക്ഷെ നമ്മൾ 9:30 ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന ഓട്ടോ ചേട്ടൻ നമുക്കൊരു പാക്കേജ് സെറ്റ് ചെയ്ത് തന്നു, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് 4 hours. അപ്പം നമ്മൾ 9:30 ഇറങ്ങണമെന്ന് വെച്ചാൽ തിരിച്ച് നമുക്ക് വീടെത്താനുള്ള ടൈമും കൂടി കണക്കാക്കിയിട്ടാണ്. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ചേട്ടൻ വരുന്നെന്ന് തോന്നുന്നു. ഓട്ടോൻ്റെ സൗണ്ട് കേൾക്കാനുണ്ടല്ലോ. ആ അതെ എത്തി. ചേട്ടൻ വരുന്നു. നമുക്ക് നമ്മുടെ റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഒരു ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ആംബിയൻസും ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആദ്യം പോയത് മൊട്ടക്കുന്നിലേക്കാണ്. മൊട്ടക്കുന്നിൽ പോയി അവിടുത്തെ പാസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ടൈമിൽ സ്ഥലങ്ങളൊക്കെ കണ്ടു പോരാം. അവർ 4 മണിക്കൂറിനാണ് നമുക്ക് പൈസ പറഞ്ഞത്. പക്ഷെ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം, അതിലൊന്നും അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം മൊട്ടക്കുന്ന് പോയി. അവിടെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ തണുപ്പുള്ളത് കാരണം ചൂട് കിട്ടണില്ല. പക്ഷെ വെയിൽ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫ്രെയിമിലൊക്കെ ഫോട്ടോ എടുത്തിട്ടാ. സോ ഇനി
ബാക്ക് ടു ഓട്ടോയിലേക്ക് നടക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പിന് വന്നിട്ട് കുറേ സാധനങ്ങൾ എടുക്കാൻ മറന്നു പോണത്. എൻ്റെ ക്യാപ്പ് എടുത്തില്ല, സ്പെക്സ് എടുത്തില്ല, എൻ്റെ സ്പെയർ ചപ്പൽ എടുത്തില്ല, എൻ്റെ സ്ലിംഗ് ബാഗ് എടുത്തില്ല. ഓ ഗോഡ്, എല്ലാം മറന്നുപോയി. എടണമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയതിൻ്റെ പ്രധാന ലക്ഷ്യം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഈസ് ടെമ്പററിലി ക്ലോസ്ഡ്. ഷിറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ. കാരണം വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും മോളയിലെ മിച്ച് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്നാണ്. സോ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി. ഈ സമ്പ്രദായം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ലൈക്ക് അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. 25 രൂപ അഡൽട്ടിനും 15 രൂപ സീനിയർ സിറ്റിസണിനും. അത് ഇതിൻ്റെ അകത്ത് കയറാൻ മാത്രമുള്ള എൻട്രി. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ സ്ഥലത്ത് കയറുന്നതിന് എക്സ്ട്രാ പൈസ വേറെ. ഇപ്പം നമ്മളൊരു ഗാർഡനിൽ കയറി അതിനകത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് 30 രൂപ എൻട്രി ഫീസ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. അതെന്തിനാ ഒരൊറ്റ എൻട്രി ഫീസ് പോരെ എല്ലായിടത്തും കൂടി? ശരി, ഇപ്പം 60 രൂപ 180 രൂപ കൊടുത്ത് നമ്മൾ ഈ ഗാർഡനിൽ കയറി. ദിസ് ഈസ് നോട്ട് ഫെയർ. ഫ്ലവർ ഗാർഡൻ. മോളല്ലേ മിച്ച അമ്മച്ചി നിൽക്ക്, ഫോട്ടോ എടുക്കാം. ഇപ്പം നമ്മൾ ഇത്രയും സ്ഥലത്ത് കയറിയിട്ടോ. ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയിലേക്ക് പോയി. അവിടെ ഇഷ്ടംപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് ഗൈസ്. ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. ഇതേ ഒരാൾ ചാടാൻ വേണ്ടി നിൽക്കുന്നു. ചേട്ടന് ഭയങ്കര പേടി ഗൈസ് ചാടാനായി. ആ ചാടണം. ആശാന് പേടി. ആ കണ്ട് ആ ചേട്ടന് ഭയങ്കര പേടിച്ചാണ്. ഞാനും ചാടത്തൊന്നുമില്ല. അങ്ങോട്ട് ചാടി ചേട്ടാ, എന്ത് നോക്കാനാ. ചേട്ടൻ മണിക്കൂർ കുറേയായി നടക്കും തോന്നല്ലേ. അയ്യോ അയ്യോ, എനിക്കതിനെ പേടിയാണ്. ഇത്രയുള്ള കാര്യം. അല്ല ഊനാല്, ഊനാല വലിയ ഊനാല്. ഇപ്പം നമ്മൾ വ്യൂ പോയിന്റിൽ ഏറ്റവും ടോപ്പിലാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗ്ലാസ് ബ്രിഡ്ജ് ഗൈസ്. ഗ്ലാസ് ബ്രിഡ്ജ് കയറണമെന്ന് ആഗ്രഹിച്ചാൽ വന്നത്. ഈ അമ്മച്ചീനെ ഒരു അഡ്വഞ്ചറിലും കയറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. അമ്മച്ചിയായിട്ട് എവിടെയെങ്കിലും വന്നാലോ. അമ്മച്ചിക്ക് ടെൻഷനാണെന്ന് നോക്ക്. ഇതാണ് എനിക്ക് ആ സൈക്ലിങ്ങിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ജയൻറ്റ് സ്വിങ് ഉണ്ട്, അതിൽ രണ്ടിലും കയറണമെന്നുണ്ടായിരുന്നു. ബട്ട് മൈ മദർ പേടി. വാട്ട് ടു ഡു. അഡ്വഞ്ചർ പാർക്കിൽ ഞാൻ അഡ്വഞ്ചേഴ്സ് കാണാൻ പോയി ഗൈസ്. ഇനി ഒരിടത്തും കയറ്റിയില്ല. സോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. ഇത് വന്ന് ரொம்ப റിസ്ക്കാണ് പാത. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും ഒരു പ്രത്യേക സുഖമായിരുന്നു. ബിക്കോസ് വെയിലടിക്കുകയില്ല, അതുമല്ല നല്ല തണുപ്പായിരുന്നു അതിൻ്റെ.
അകത്ത് നമ്മൾ ഇത്ര നേരം പോയ സ്ഥലത്തൊക്കെ ഒടുക്കത്തെ വെയിലായിരുന്നു. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ സുഖമായിട്ടിരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് തങ്ങൽപ്പാറ എന്നൊരു സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തങ്ങൽപ്പാറ വരുന്നത്. 2-3 വട്ടം വാഗമൺ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് അച്ഛൻ്റെ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കണം, ലൈക്ക് തങ്ങൽപ്പാറ ഈസ് അബൌട്ട് ടു മുസ്ലിം ആൻഡ് ഇതിൻ്റെ അടുത്ത് തന്നെ കുരിശുമലയുണ്ട്, ദാറ്റ് ഈസ് അബൌട്ട് ക്രിസ്ത്യൻ. ആൻഡ് അതിൻ്റെ അടുത്ത് തന്നെ ഓപ്പോസിറ്റ് തന്നെ മുരുകമല ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ടു ഹിന്ദു. കൊള്ളാല്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതാണ് തങ്ങൽപ്പാറ. ഇവിടെ തന്നെ ഒരു നിസ്കാരമുറി ഉണ്ട് കേട്ടോ. പൊട്ട് പോലെ കാണുന്ന ആൾക്കാരാണ് കേട്ടോ. അയ്യോ, നിറയെ പേരുണ്ട് കേട്ടോ അവിടെ. അതാ വലിയമ്മച്ചോട് പറഞ്ഞ ഞങ്ങൾ കയറിയില്ല കേസ്. ഒന്നത് ഇത്രയും ദൂരം, പിന്നെ അമ്മച്ചിക്ക് മുതലച്ചിക്ക് വയ്യ, ഒടുക്കാത്ത വെയിൽ. അങ്ങനെ നമ്മൾ തങ്ങൽപ്പാറയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഈ ഓട്ടോച്ചേട്ടൻ പറയണത് ആക്ച്വലി ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ പാറയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്, അപ്പുറത്തെ സൈഡ്. നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ നിങ്ങളെ കാണിച്ചില്ല, അത് സത്യത്തിൽ ഈ പാറയായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുവാണ്, ദാറ്റ് ഈസ് കുരിശുമല. ഞാൻ കുരിശുമലയിലും ആദ്യമായിട്ടാണ് വരുന്നത്. വി റീച്ച്ഡ് കുരിശുമല, വാഗമൺ കുരിശുമല. ഇനി മേലോട്ട് കയറണം. ഇത് 14 സ്ഥലമുണ്ട്. 14 സ്ഥലവും ഞാൻ കയറുവാന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്നും ടൈമില്ല. 2:30 നമ്മുടെ ബസ്. അപ്പോൾ രാത്രിക്ക് മുമ്പ് നമുക്ക് ചേർത്തലെത്തണം. അമ്മേ, അവിടം വരെ കയറി. ഞാനിവിടെ കുറച്ച് കയറിയിട്ട് ചിലപ്പോൾ ഇറങ്ങും. 2ാം സ്ഥലം എത്തി ഗൈസ്. ഇനിയും കിടക്കണം. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കയറിയാനെ 14 സ്ഥലവും. പക്ഷെ നമുക്ക് സമയമില്ല. 2:30 നമ്മുടെ ബസ്. ഇപ്പോൾ 2:10. പിന്നെ ഒറ്റയ്ക്കുള്ളൂ. നോക്ക്, ശോകമൂകം. നമ്മുടെ ആ നോമ്പിൻ്റെ സമയത്തൊക്കെ എനിക്ക് നല്ല ആളായിരിക്കും ഇവിടെ. മോളിലേമിച്ചി അങ്ങനെ ഇറങ്ങി. സോ ഞാനിപ്പോൾ ഇറങ്ങും. ടൈമില്ല നമുക്ക്. ഒറ്റയ്ക്കുള്ളത് കാരണം എനിക്ക് കഴിയില്ല കയറാൻ. 14 സ്ഥലം വരെയുള്ള കുരിശുമലയിൽ വെറും 2 സ്ഥലം വരെ കയറിയിട്ട് ഞാൻ ഇറങ്ങി വന്ന് ഒരു സോഡ നാരങ്ങയും കുടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. 2:30 നമ്മുടെ ബസ്. ഓൾമോസ്റ്റ് 2:30 ടൈം ആയിട്ടുണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് കുരിശുമലയിൽ സ്റ്റോപ്പുണ്ട് ബസ്സിന്. അപ്പോൾ അവിടെ നിന്ന് ബസ് കിട്ടിയില്ലെങ്കിൽ ആ ചേട്ടൻ നമ്മളെ ടൗണിൽ കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കറക്റ്റ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്നതും ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് ആ കുരിശുമല ഫുള്ള് കയറാൻ നന്നായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ബസ് മിസ്സായാനെ. തിരിച്ച് ഞങ്ങൾക്ക് വന്നപ്പോഴേക്കും ഡയറക്റ്റ് പാലാ ബസ്സിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ പാലേ വന്ന് ഇറങ്ങിയിട്ട് ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. സോ പാലേ വന്ന് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ വൈക്കം ബസ് കയറി മോളുവല്ലേമിച്ചി തലവെള്ളപ്പറമ്പിൽ ഇറങ്ങി. ഞങ്ങൾ നേരെ പോയി വൈക്കത്ത് ഇറങ്ങി. അങ്ങനെ ബസ്സും ബോട്ടും എല്ലാം കയറി 8 മണി ആയപ്പോഴേക്കും വീടെത്തി. ഇന്നലെ രാവിലെ 7:30 ഇറങ്ങി, ഇന്ന് രാത്രി 8 മണിയായപ്പോൾ വീടെത്തി. കുഞ്ഞാ, ശശുമ, പക്ഷെ പരാതി പറയണം വെച്ചാള് എല്ലാരും പരാതിക്കാരെ. ഇന്ത്യന് പിന്നെ എന്താണ് ഇട്ടിച്ച് പോയാ ശശിമ പറഞ്ഞു വന്നിരിക്കുന്നു. സിയ പറഞ്ഞ സർപ്രൈസ്. എനിക്കറിയില്ല എന്ത് സാധനം, പൊട്ടിച്ച് നോക്കണം. ലെറ്റ്സ് ഓപ്പൺ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. സോ ഗായ്സ്, വീടെത്തി. നമ്മൾ ഇന്നലെ രാവിലെ 7:30 ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇന്നിപ്പോൾ രാത്രി 8 മണി ആയപ്പോഴേക്കും വീടെത്തി. നല്ല ടയേർഡാണ്. ഒന്ന് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്
നിൽക്കണം. നമ്മൾ ഇങ്ങോട്ട് വരാൻ നല്ല ഡിലേ ആയിട്ട്, മീൻസ് നല്ല ടൈം എടുത്ത പോലെ തോന്നണം. അങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് എത്തി, ഇങ്ങോട്ട് വരാൻ നല്ല ടൈം എടുത്തു, തിരക്കൊക്കെ ആയിരുന്നു ബസ്സിലൊക്കെ. സോ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നല്ല അടിപൊളി ഒരു സൺറൈസ് കണ്ട്, നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, കുറേ സ്ഥലങ്ങൾ കാണാൻ പോയി. അങ്ങനെ കുറേ നല്ല നല്ല കുറേ മൊമെൻറ്റ്സ് ഇന്ന് നടന്നു. സോ താങ്ക് ഗോഡ്. ആൻഡ് എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ കുളിക്കണമായിരുന്നു കേട്ടാ. അപ്പം അമ്മച്ചി വന്നിട്ടേ ഇടി അവരെല്ലാവരും ഇവിടെ വന്നിരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു കേട്ടാ. ദൈവമേ, ഹോളിൽ എല്ലാവരും ഇരിപ്പുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. ഞാൻ ഒരുങ്ങിയിട്ട് പോലും ഇല്ല. അയ്യോ, എനിക്ക് ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവർക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുങ്ങണമായിരുന്നു. അവന്മാർ വന്നതിനെ പെട്ടെന്ന് കുളിച്ചിറങ്ങി ജസ്റ്റ് ഉമ്മ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടു. ഇതാണ് സി എനിക്ക് വേണ്ടി മേടിച്ച ഗിഫ്റ്റ്. 3 ഓപ്ഷൻ എന്നോട് പറഞ്ഞായിരുന്നു ഇന്നലെ. ഓൾറെഡി നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഗസ് ചെയ്ത 3 സാധനം അല്ലാന്ന് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഗൈസ്. കിട്ടാനുള്ള അവർക്ക് അവിടെ രാത്രി എന്താ പുറത്ത് കൊണ്ടിരിക്കാൻ പോകാന്ന് പറയണ്ടാണ്. അകത്തൊരു പെട്ടി വൈനാണെന്ന് തോന്നാം. എനിക്കറിയാൻ പറ്റില്ല, ഇത് മിന്ത്രയൊന്നും ആയിരിക്കില്ല. അതിന്റെ അകത്ത് ചെറിയ കുട്ടി ഞാൻ സിയായിട്ട് ഇന്നലെ പറഞ്ഞു ഡൈസൺ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞേ. അപ്പോൾ ഡൈസൺ അല്ലത്. ഡൈസൺ അല്ല, ഇത് വെച്ചിട്ട് എന്ത് കാണിക്കും? ഞാനിപ്പോ കാണിച്ചു ഹീറ്ററാണ് ഇത്. അറിയാൻ പാടാതെ കാണിച്ചു പോണോ. താങ്ക് യു സോ മച്ച് സിയ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. മുടി ഇപ്പൊ നല്ലതിരിക്കണല്ലേ? അതല്ല, അല്ലൊരു ക്യാമറ ഇഷ്ടമാണ്. ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് പോരെ. കറണ്ടയിലെ പണിയാണ്. മിന്ത്രയിൽ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടാ. ഇത് ആ കവറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നതാണ്. ഇത് ഞാൻ ഇപ്പോഴാണ് പൊട്ടിക്കണത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഫ്രം സിയ ടു റിയ ജോയ് മെസ്സേജ്, ഹാപ്പി 27 years ഓഫ് ജേർണി, ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെയൊക്കെ ഡെലിവറി ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കണ്ട പാക്കേജ് വരെ ഞാൻ അവന്മാരുടെ അടുത്ത് ചോദിച്ചത് പാക്കേജൊക്കെ വരെ ഇങ്ങനെയാണ്
ഗിഫ്റ്റിംഗ് അൺറാപ്പ് വിത്ത് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള റാപ്പിംഗ്. ഐ ലൈക്ക് ഇറ്റ്. ഇത് ഞാൻ ഇന്നലെ ഡൈസാണ് പറഞ്ഞെങ്കിലും അതിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ. സോ ഗോഡ്, ഐ എം സോ ഹാപ്പി. താങ്ക് യു സിയ, താങ്ക് യു സോ മച്ച്. എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് എല്ലാം എങ്ങനെയാ ഓക്കെ, ready 1 2 3 start. Happy birthday to you. Happy birthday to you. നന്മകളും എനിക്കേകിടും കൃപാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി, യാചിക്കാത്ത